ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുട്ടികളുടെ മഹാഭാരതം ഞാനിന്ന് പറയാൻ പോകുന്നത് കുരുപാണ്ഡവരുടെ അരങ്ങേറ്റം. അപ്പോൾ നോക്കാം. കുരുപാണ്ഡവരുടെ അരങ്ങേറ്റമായി. രാജകുമാരന്മാരുടെ അസ്ത്രാഭ്യാസ മുറകൾ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ സാമർഥ്യം അവരുടെ മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ചു. ഗദായുദ്ധത്തിൽ ദുര്യോധനനും ഭീമനുമാണ് ഏറ്റുമുട്ടിയത്. ഇരുവരും തികഞ്ഞ അഭ്യാസികൾ, ശക്തർ, ആർക്കും കീഴടങ്ങുന്നില്ല. പ്രദർശനം എന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് അത് ഗദായുദ്ധമായി. ഇരുവരും ശക്തിയോടെ പൊരുതുന്നു. ദ്രോണ നിർദ്ദേശമനുസരിച്ച് അശ്വത്ഥാമാവ് അവരെ പിടിച്ചുമാറ്റി. തുടർന്ന് വില്ലാളി വീരനായ അർജുനനെ ദ്രോണർ രംഗത്ത് കൊണ്ടുവന്നു. അർജുനൻ്റെ തുണീരത്തിൽ നിന്ന് അമ്പുകൾ പാഞ്ഞു. ആകാശം ഭേദിച്ച് എങ്ങോ മറഞ്ഞു. ആഗ്നേയം കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചു. വാരുണം കൊണ്ട് കെടുത്തി. എല്ലാവരും അത്ഭുതസ്തബ്ധരായി. അവർ ദ്രോണരെയും അർജുനനെയും പുകഴ്ത്തി. ആരുണ്ട് അസ്ത്രവിദ്യയിൽ അർജുനനെ ജയിക്കാൻ? ഒരു വെല്ലുവിളി ആരുമുണ്ടാവില്ല. ജനങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഒരാളുണ്ടായി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. കർണൻ. ജനക്കൂട്ടത്തിന് ആവേശമായി. ദ്രോണരുടെ അനുമതിയോടെ അർജുനൻ കാട്ടിയ വിദ്യകളെല്ലാം അതേ വേഗതയിൽ അതേ മികവോടെ കർണൻ കാട്ടിയപ്പോൾ ദുര്യോധനനും ആവേശമായി. അർജുനൻ കർണനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി. പക്ഷേ ക്ഷത്രിയകുമാരന്മാരുടെ അരങ്ങേറ്റമാണ് അവിടെ നടക്കുന്നത്. ഒരു സൂതപുത്രന് ഇതിൽ എന്തു കാര്യം? കൃപാചാര്യരുടെ ഈ ചോദ്യത്തിന് മുന്നിൽ കർണൻ വാടിപ്പോയി. ദുര്യോധനൻ കർണൻ്റെ രക്ഷക്കെത്തി. കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചു. എങ്കിലും കർണൻ അപമാനിതനായി പിരിഞ്ഞു. ദുര്യോധനനും കർണനും തമ്മിലുള്ള സൗഹൃദം അവിടെ ആരംഭിച്ചു. രാജകുമാരന്മാർ യുവാക്കളായി. ഭീഷ്മരുടെ നിർദ്ദേശമനുസരിച്ച് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. പ്രജകൾക്കും ഇഷ്ടം യുധിഷ്ഠിരനെയായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് കുരുപാണ്ഡവരുടെ അരങ്ങേറ്റം കഴിഞ്ഞു. അടുത്തത് അരക്കില്ലത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. നമസ്കാരം.